കാപ്പ തടവുകാരന് ജയിലിൽ കിടന്ന് ഭാര്യയെ മൊബൈൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള സൗകര്യം. ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ കേരളത്തിലെ ജയിലുകൾ എത്ര സ്നേഹത്തോടെയാണ് തടവുകാരോട് പെരുമാറുന്നതെന്നത് കണ്ടുപഠിക്കണം. സാധാരണഗതിയിൽ ജയിലൊന്നൊക്കെ കേൾക്കുമ്പോൾ മറ്റ് രാജ്യക്കാർക്കും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർക്കുമൊക്കെ ഒരു പേടി സ്വപ്നമായിരിക്കും. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ അത്ര മോശം സംഭവമൊന്നുമല്ല. കഞ്ചാവടക്കമുള്ള ലഹരി മരുന്നുകൾ യഥേഷ്ടം ഉപയോഗിക്കാം. പോഷകസമൃദ്ധമായിട്ടുള്ള ഇഷ്ടഭക്ഷണം ലഭിക്കും. അതിൽ ഓരോ ദിവസവും വിഭവസമൃദ്ധമായിട്ടുള്ള ഓരോ മെനുവും മാറി മാറി വരും. ഏറ്റവും വലിയ അധിക സൗകര്യം ഇതൊന്നുമല്ല. യഥേഷ്ടം മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. വീട്ടിൽ വിളിച്ച് ജയിലിലെ വിശേഷങ്ങൾ പറയാം. മറ്റു ഗുണ്ടാ സുഹൃത്തുക്കളുടെ കൊട്ടേഷൻ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നുവെന്ന് തിരക്കാം. ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചതുപോലെ ജയിലിൽ നിന്ന് ഭാര്യയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താം, ചീത്ത വിളിക്കാം. സത്യത്തിൽ ഇതൊന്നും തമാശയായോ അല്ലെങ്കിൽ തമാശയാക്കാനോ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ ഓരോ സാധാരണക്കാരനും ഉണ്ടാകുന്ന അമർഷവും പറഞ്ഞതാണ്. സത്യത്തിൽ ആഭ്യന്തര വകുപ്പിനൊക്കെ നട്ടലുണ്ടോ എന്ന് തോന്നിപ്പോകും ഇത്തരം വാർത്തകൾ കേട്ടാൽ. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവനും പീഡനത്തിനും കൊലപാതകത്തിനും കവർച്ചയ്ക്കുമൊക്കെ പിടിയിലായവനുമൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലടക്കം കേരളത്തിലെ ജയിലുകൾ സുഖവാസ കേന്ദ്രങ്ങളാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇതൊക്കെ ജയിൽ അധികാരികളുടെ അറിവോടെയല്ല നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിന്നൽ പരിശോധനകളൊക്കെ നടക്കും. മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കും. അത് വാർത്തയായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വലിയൊരു ഇടവേളയാണ്. അടുത്ത സമാനമായിട്ടുള്ളൊരു വാർത്ത ചാനലുകളിൽ സംപ്രേഷണം ചെയ്യും വരെ എല്ലാം പഴയ പോലെയായിരിക്കും. എന്തായാലും ഈ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ആമ്പല്ലൂർ സ്വദേശിനിയായ ഭാര്യയെ മൊബൈൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അതും കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തൃശൂർ സ്വദേശി ഗോപകുമാറാണ് യുവതിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഫോൺ വിളിച്ചതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ആമ്പല്ലൂർ സ്വദേശിയായ യുവതി സൂപ്രണ്ടിന് പരാതി നൽകിയതോടെയാണ് വിവരം പുറംലോകം അറിഞ്ഞത്. ആ ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൗണ്ട് ക്ലിപ്പ് കൂടി, ആ ഒരു ഫോൺ സംഭാഷണം കൂടി ഒന്ന് കേട്ടുവരാം. ഹലോ, എല്ലാത്തിനുള്ള ഉത്തരം നാളെ ഈ നേരം ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ ആയിക്കോട്ടെ, ആലോചിച്ചോ എന്നെ ഇറക്കാണ്ടിരിക്കാനും എന്നെ മാക്സിമം ഇറക്കാണ്ടിരിക്കാനും എല്ലാ കളിയും കളിച്ചില്ലേ? എന്ത് കളി? എല്ലാ കളി ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിന്നെ അടി കൊന്നിട്ട് ഇറക്കുന്നവിടുന്ന്, കൊന്നിട്ട്. എവിടെന്ന്? മറ്റന്നാ സ്ഥലം നോക്കിക്കോട്ടെ, നാളെ വന്നിട്ട്. നിന്റെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ലേ, ഈ കന്യന്റെ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്ന നാളെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയ നിന്റെ നീ കന്യണ്ട 9544 നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തത് കുഞ്ഞിനെ ഡിലീറ്റ് ചെയ്ത് കളയാ. എന്നിട്ട് നീ അതല്ലെന്ന് പറയുമ്പോ പിന്നെ എന്ത് നോക്കിട്ട് അതാണെന്ന് പറഞ്ഞത്. ഇന്നലെയാണ് കയറിയത്, അതിൻ്റെതാണ് അയച്ചു തന്നത്. നീ ഇന്നലെ കയറി മുന്നിലെ കയറി എന്ന് പറയുന്നത് നീ കന്യണ്ട നമ്പറിലേക്ക് അയച്ചിട്ട് നിന്നോട് 70 25 99 61 66 ഷിജി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അയക്കാൻ നിനക്ക് അത് ഉണ്ടോ ഇല്ലെന്ന് പറയാം. നീ നിന്റെ സ്വിച്ച് ഓഫ് ഇതൊക്കെ ഇന്നത്തെ കൊണ്ട് നീ സ്വിച്ച് ഓഫ് ചെയ്യണം. നാളോട്ട് നിന്റെ സ്വിച്ച് ഓഫ് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്താ? നാളോട്ട് നമുക്ക് നിന്റെ സ്വിച്ച് ഓഫ് ഞാൻ കാണിച്ചു തരാണ്. ഫോൺ ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ നിന്നോട് കടം ചോദിക്കാൻ ഒന്നുമില്ല. ഞാൻ 1000 ഉണ്ടാവുമ്പോ ഇട്ടാ മതി. സ്വിച്ച് ഓഫ് കണ്ടൊന്നും ഇടാൻ പാടില്ലേ? ഒരാളും ഇടല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞത് ഞാൻ സ്വിച്ച് ഓഫ് ഒന്നും ചെയ്തില്ല. ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ ഇതേ നേരത്തിനോടകം അല്ലെങ്കിൽ 24 മണിക്കൂറിനകം താൻ ജയിലിൽ നിന്നിറങ്ങും, അതിനിടയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, നിന്നെ കൊല്ലുമെന്നൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇയാൾ ഭാര്യയെ വിളിച്ച് ഒരു അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത് അതിലേക്ക് പണം അയക്കാൻ പറയുന്നു. എന്നാൽ ആ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ഭാര്യ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യമാണ് അല്ലെങ്കിൽ പകയാണ് ഇയാളുടെ ഈ ഭീഷണിക്കും ഫോൺ വിളിക്കുമൊക്കെ പിന്നിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നൊരു കാര്യം. അത് വാർത്താ മാധ്യമങ്ങളിലടക്കം പുറത്തു വരുന്നുമുണ്ട്. ഈ ഒരു ഫോൺ സംഭാഷണമടക്കം ഭാര്യ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയതോടെ പിന്നെ സെല്ലുകളിലൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിനായുള്ള തിരച്ചിലായി. ഒടുവിൽ ഗോപകുമാർ ഉണ്ടായിരുന്ന 1-ാം ബ്ലോക്കിലെ സെൽ നമ്പർ 15-ൽ നിന്ന് ഈ ഫോണും കണ്ടെത്തി. കൂടാതെ ഇയാളെ 10-ാം നമ്പർ ബ്ലോക്കിലേക്ക് മാറ്റുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രിയാണ് ഗോപകുമാർ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. മുൻപ് പറഞ്ഞതുപോലെ യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് ജയിൽ നടത്തിയ പരിശോധനയിലാണ് ഫോൺ കണ്ടെത്തിയത്. ഗോപകുമാർ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കവറിൽ നിന്നായിരുന്നു ഫോൺ പോലീസ് പൊക്കിയത്. മാത്രമല്ല ഇയാൾ മുൻപും നിരവധി ആളുകളെ ജയിലിൽ നിന്ന് വിളിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അതായത് ഇത്രയും കാലങ്ങളായി അയാൾ തുടരുന്നൊരു പ്രവൃത്തിയാണ് ഈ ഒരു ഫോൺ വിളി. പക്ഷേ ഒരു ജയിൽ അധികാരികൾക്കും ഈ ഗോപകുമാറിന്റെ രഹസ്യ ഫോൺ വിളികൾ കണ്ടെത്താനായില്ല. അതല്ല, കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാൾ ഈ ഒരു പ്രവൃത്തി തുടരുന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ അനാസ്ഥ തന്നെയാണ്.
നിലവിൽ ജയിലിനകത്തെ ലഹരി ഉപയോഗത്തിനാണ് ഇയാൾ പണം ആവശ്യപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പുറത്തുള്ള ആൾക്ക് പണം ഓൺലൈൻ വഴി നൽകിയാൽ ജയിലിനകത്ത് ലഹരി മരുന്നുകൾ ലഭിക്കും. ഇതിനായാണ് പണം ആവശ്യപ്പെട്ടുള്ള ഇയാളുടെ ഈ ഒരു ഫോൺ വിളി. എന്തായാലും ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ആ ഭാര്യ അത്തരമൊരു പരാതി നൽകിയത് കൊണ്ട് അയാൾ ഈ സംഭവത്തിൽ പറയുന്നത് പോലെ നിലവിലെ 24 മണിക്കൂറിനകം അയാൾക്ക് ജയിലിൽ നിന്നിറങ്ങാൻ കഴിയില്ല. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ ഒക്കെ കഴിഞ്ഞാകും ഇയാളുടെ ഒരു ജയിൽ മോചനം. അതുകൊണ്ട് പരാതി കൊടുത്തതുകൊണ്ട് ആകെ ഉണ്ടാകാൻ പോകുന്നൊരു ഗുണം കുറച്ചു കാലം കൂടി ആ യുവതിയുടെ ജീവന് ഭീഷണി ഉണ്ടാകില്ല എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള എത്ര വാർത്തകൾ കേട്ടിരിക്കുന്നു. ജയിലിലെ സുഖസൗകര്യങ്ങൾക്ക് അല്ലാതെയുള്ളൊരു മാറ്റമൊന്നും ഈ കേസ് കൊണ്ടുണ്ടാകുമെന്ന് നിലവിൽ ഒരു മലയാളിയും വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല. അല്ലാതെ ഈ പറയുന്നത് പോലെ നിരന്തര പരിശോധനകൾക്കിടയിലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം തടസ്സമില്ലാതെ ഇങ്ങനെ തുടർന്നുവെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ ജയിൽ മേധാവികളുടെയും ഒക്കെ നട്ടലിന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് അങ്ങനെ തന്നെ പറയാനും കഴിയൂ. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാതെ ഇതൊക്കെ എവിടെ നിന്ന് ജയിലിലേക്ക് വരുന്നു, ഇതൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു കണ്ണികളുടെ ഭാഗമാകുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ അതിന് കഴിവില്ലാത്ത മേലുദ്യോഗസ്ഥരുമല്ല നമുക്കുള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. ഇവരെല്ലാം ഒരു ബെൽറ്റാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരു സംഘത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. ജയിലിലെ മതിലിനപ്പുറം നിന്ന് മൊബൈലും കഞ്ചാവും ഒക്കെ തടവുകാർക്ക് എറിഞ്ഞു കൊടുക്കുക, ജയിലിലെ തെങ്ങിന്റെ മുകളിൽ വരെ മൊബൈൽ ഫോണുകൾ ഒളിപ്പിച്ചു വെക്കുക, ശരീരത്തിന്റെ പല സ്ഥലങ്ങളിലും സെല്ലുകളിലും ലഹരി വസ്തുക്കൾ ഒളിപ്പിക്കുക, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ കാലങ്ങളായി കണ്ണൂർ സെൻട്രൽ ജയിലിലും കേരളത്തിലെ മറ്റ് ജില്ലകളിലെ ജയിലുകളിലും നടന്നു വരുന്നുണ്ട്. ജയിലിലെത്തുന്ന സന്ദർശകരെയാണ് മൊബൈലും ലഹരി വസ്തുക്കളും എറിയേണ്ട സമയവും സ്ഥലവും നിശ്ചയിച്ച് അത് അറിയിക്കുക. ഫോണിലൂടെയും ജയിലിൽ നിന്ന് പുറത്തേക്ക് ആശയവിനിമയം നടക്കാറുണ്ട്. ലഹരി മരുന്നുകളും മദ്യവും ജയിലിനകത്ത് തന്നെ തടവുകാർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. സെൻട്രൽ ജയിലിലേക്ക് മൊബൈലും ലഹരിയും എത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് മുൻ തടവുകാരായിട്ടുള്ള ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണെന്നും ഇതിനു മുൻപേ പോലീസിനും വിവരം ലഭിച്ചിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ജയിലിന് പുറത്ത് വലിയൊരു ശൃംഖലയാണുള്ളത്. ഈ അടുത്തിടയ്ക്ക് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കമുള്ള പരിശോധനകൾ, ഈ ഒരു കർശന പരിശോധനകളൊക്കെ ശക്തമാക്കിയിരുന്നു. ജയിലിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് സർക്കാർ നിയോഗിച്ച ജയിൽ സുരക്ഷാ സമിതിയും കണ്ടെത്തി. ഇതേ തുടർന്നാണ് ജയിലിൽ പരിശോധനകൾ ശക്തമാക്കിയത്. പക്ഷേ എല്ലാം പഴയപടി തന്നെ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ വാർത്ത തന്നെ ധാരാളമാണ്. മൊബൈൽ ഫോൺ മാത്രമല്ല, പല തടവുകാരുടെയും കയ്യിൽ നിന്നും മൊബൈൽ ചാർജറുകളും ഇയർഫോണും ഒക്കെ പിടികൂടിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കയ്യിൽ കിട്ടിയാൽ അത് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ അത് ചാർജ് ചെയ്ത് കുത്തിയിടണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു തടവുകാർ ഈ മൊബൈൽ ഫോണുകൾ ആരും അറിയാതെ, ഉദ്യോഗസ്ഥരൊക്കെ അറിയാതെ കുത്തിയിടുന്നത് എന്നുള്ള കാര്യവും വലിയൊരു ചോദ്യമാണ്. എന്തായാലും കേരളത്തിലെ ജയിലുകൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് ആരും കൊതിച്ചു പോകുന്ന അവസ്ഥയിലാണ് ജയിലുകളിലെ സുഖസൗകര്യങ്ങൾ. ആരെയും കുറ്റം ചെയ്യാനെന്ന് മോഹിപ്പിക്കുന്ന തരത്തിലുള്ള സ്വർഗസുന്ദര സുഖവാസ കേന്ദ്രങ്ങൾ.